കഴിഞ്ഞ ദിവസം വരെ ടിക്കറ്റിന് 1,50,000, ഇപ്പോൾ 25,000. തുർക്കി അസർബൈജാൻ യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. ടൂറിസം രംഗത്ത് തുർക്കിയും അസർബൈജാനും നേരിടുന്നത് കനത്ത പ്രതിസന്ധി. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് തുടരുകയാണ്. അവധിക്കാലമായ ഇപ്പോൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്ര നിശ്ചയിച്ച 60% പേരും ഇത് റദ്ദാക്കി എന്നാണ് യാത്രാ വെബ്സൈറ്റുകളുടെ കണക്ക്. വിമാന നിരക്കുകളിലും കുത്തനെ കുറവ് വന്നു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2 ദിവസം മുന്നേ വരെ ഇസ്താംബൂളിലേക്കും ബാക്കുവിലേക്കും യാത്ര ചെയ്യാൻ ടിക്കറ്റിന് ഒന്നിന് 1,50,000 മുതൽ 60,000 രൂപ വരെയായിരുന്നു നിരക്ക്. ഇപ്പോൾ അത് 50%-ലധികം കുറഞ്ഞ് 25,000 രൂപ വരെയായി. ഇന്ത്യയിൽ നിന്നുള്ള തുർക്കിഷ് എയർലൈൻസിൻ്റെ പല വിമാന സർവീസുകളും ആളില്ലാത്തതുകൊണ്ട് റദ്ദാക്കി. കേരളത്തിലടക്കം രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കിഷ് കമ്പനിയെ ഇന്നലെ കേന്ദ്ര സർക്കാർ വിലക്കിയിരുന്നു. കാർഗോ കൈകാര്യം ചെയ്യുന്ന സെലബി എയർപോർട്ട് സർവീസ് എന്ന കമ്പനിക്കെതിരെയാണ് നടപടി. പാക് പിന്തുണയുടെ പേരിൽ തുർക്കിയുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ സുതാര്യമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് സെലബയുടെ വിശദീകരണം. മുംബൈ, ദില്ലി ഉൾപ്പെടെ തിരക്കേറിയ വിമാനത്താവളങ്ങൾ, കൊച്ചി, കണ്ണൂർ എന്നീ കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഇങ്ങനെ രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ പ്രധാന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സെലബി എയർപോർട്ട് സർവീസിനായിരുന്നു. ഇതിനുള്ള സുരക്ഷാ ക്ലിയറൻസാണ് കേന്ദ്ര വ്യോമസേന മന്ത്രാലയം അടിയന്തരമായി റദ്ദാക്കിയത്. പാകിസ്ഥാനുമായി ആയുധ ഇടപാട് നടത്തുന്ന രാജ്യമാണ് തുർക്കി. ആ രാജ്യം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് തന്ത്രപ്രധാന വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട്. അതിനിടെ രാജ്യത്തെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുർക്കിയുമായുള്ള ധാരണാപത്രം റദ്ദാക്കുകയാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല തുർക്കിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങളും റദ്ദാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഹൈദരാബാദിലെ മൗലാന ആസാദ് ദേശീയ ഉറുദു സർവകലാശാലയും തുർക്കിയിലെ സർവകലാശാലയുമായുള്ള ധാരണ റദ്ദാക്കും. അതേസമയം സുമയ്യെ എർദോഗാനുമായി ബന്ധമില്ല, തുർക്കി കമ്പനിയുമല്ല വിലക്കിനു പിന്നാലെ വിശദീകരണവുമായി സെലബി. ഏവിയേഷൻ കമ്പനിയായ സെലബി ഏവിയേഷൻ ഇന്ത്യയുടെ സുരക്ഷാ അനുമതി ഇന്ത്യൻ അധികാരികൾ റദ്ദാക്കിയതിന് പിന്നാലെ വിശദീകരണവുമായി കമ്പനി. തുർക്കി ഉടമസ്ഥതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തെറ്റായ വിവരമെന്നാണ് കമ്പനി വ്യക്തമാക്കി. കമ്പനിക്ക് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എൽദോഗാന്റെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. എന്നാൽ കമ്പനി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടോ തുർക്കിയുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. തുർക്കി പ്രസിഡന്റ് മകൾ സുമയ്യെ എൽദോഗാനുമായി കമ്പനിക്ക് യാതൊരു ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കി. മാതൃസ്ഥാപനത്തിൽ സുമയ് എന്ന പേരിൽ ആർക്കും ഓഹരി പങ്കാളിത്തമില്ല. കമ്പനിയുടെ ഉടമസ്ഥാവകാശം സലൈബിയോഗ്ലു കുടുംബത്തിലെ അംഗമായ ഖാൻ സലബിയോഗ്ലു, ശ്രീ ഖാൻ സലബിയോഗ്ലു എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല. ഞങ്ങൾ പ്രൊഫഷണലായി നിയന്ത്രിക്കപ്പെടുന്നതും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നതുമായ വ്യോമയാന സേവന കമ്പനിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു.